CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അങ്ങാടിപ്പുറം പോളിടെക്നിക് കോളേജിലെ UDSF വിജയം മലപ്പുറം ജില്ലയിലെ UDF രാഷ്ട്രീയത്തിന് കൂടുതൽ കരുത്തു നൽകുന്നതെന്ന് MLA നജീബ് കാന്തപുരം. അക്രമാധിപത്യ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയായി ഇതിനെ കാണുന്നതായും MLA പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല അഭിനയക്കാരനാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. പിണറായി സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട് BJP മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലക്കിടിക്കൂട്ടുപാതയിൽ ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു, ഒരാൾക്ക് പരിക്കേറ്റു. എടപ്പാൾ സ്വദേശി മുസ്തഫയാണ് മരിച്ചത്. രാവിലെ 6:30 അപകടം. ചെർപ്പുളശ്ശേരി അർബൻ ബാങ്കിനെ ഉപയോഗിച്ച് അയ്യപ്പൻകാവിലെ വരുമാനം CPM കൊള്ളയടിക്കുന്നതായി ഹിന്ദു ഐക്യവേദി. വിവിധ ക്ഷേത്ര സംഘടനകൾ സംയുക്തമായി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അങ്ങാടിപ്പുറം പോളിടെക്നിക് 52 വർഷങ്ങൾക്ക് ശേഷം UDSF പിടിച്ചെടുത്തു. കോളേജ് രൂപീകരിച്ച കാലം മുതൽ SFI ആണ് ഏകപക്ഷീയമായി വിജയിച്ചു വന്നിരുന്നത്. ചെയർമാനായി മുഹമ്മദ് സൽമാൻ 258 വോട്ടിനാണ് വിജയിച്ചത്. വൈസ് ചെയർമാനായി മുഹമ്മദ് യാസിർ 82 വോട്ടും വൈസ് ചെയർപേഴ്സണായി KV ഫാത്തിമ ഫിദ 128 വോട്ടും നേടി വിജയിച്ചു. 2018 SFI പ്രവർത്തകർ പെരിന്തൽമണ്ണയിലെ മുസ്ലിം ലീഗ് ഓഫീസ് തകർത്തതിനെ തുടർന്ന് വ്യാപകമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇതിനുള്ള മധുര പ്രതികാരമായിട്ടാണ് ഈ വിജയമെന്ന് UDF പറയുന്നു. അങ്ങാടിപ്പുറം പോളിടെക്നിക്കിന് മുന്നിൽ നിന്നും UDF പ്രവർത്തകർ പെരിന്തൽമണ്ണ ടൗണിലേക്കും തുടർന്ന് അങ്ങാടിപ്പുറത്തേക്കും വിജയാഹ്ലാദ പ്രകടനം നടത്തി. വിജയത്തെ തുടർന്ന് മഞ്ഞളാംകുഴി അലി MLA സ്ഥലത്തെത്തി വിദ്യാർത്ഥികളെ അനുമോദിച്ചു. CCN പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറം പോളിടെക്നിക് കോളേജിലെ UDSF വിജയം മലപ്പുറം ജില്ലയിലെ UDF രാഷ്ട്രീയത്തിന് കൂടുതൽ കരുത്തു നൽകുന്നതെന്ന് MLA നജീബ് കാന്തപുരം. അക്രമാധിപത്യ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയായി ഇതിനെ കാണുന്നതായും MLA പറഞ്ഞു. പെരിന്തൽമണ്ണ പോളിയിലെ MSF KSU മുന്നണിയുടെ ഉജ്ജ്വല വിജയം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം വിദ്യാർത്ഥികൾക്കിടയിൽ ജനാധിപത്യത്തെ കുഴിച്ചുമൂടി വളരെ വ്യക്തമായി തന്നെ അക്രമ രാഷ്ട്രീയത്തിനും ആധിപത്യ സ്വഭാവത്തിനുമെതിരായിട്ടുള്ള ജനവിധിയായിട്ടാണ് വിദ്യാർത്ഥികളുടെ ഈ മുന്നേറ്റത്തെ നമുക്ക് കാണാൻ സാധിക്കുക. MSFന്റെയും KSUവിന്റെയും ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാർ, മണ്ഡല തലത്തിലുള്ള നേതാക്കന്മാർ, ക്യാമ്പസിലെ നേതാക്കന്മാർ എല്ലാവരും വളരെ കഠിനാധ്വാനം ചെയ്താണ് ഈ ജനാധിപത്യത്തിന് വഴിയൊരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വളരെ അക്രമാസക്തമായ ഒരു പ്രവർത്തനത്തിലൂടെ എതിർശബ്ദങ്ങളെ എല്ലാം അടിച്ചമർത്തിയാണ് SFI ആ കുത്തക നിലനിർത്താൻ പരിശ്രമിച്ചത്. എന്നാൽ കഴിഞ്ഞ നമുക്കെല്ലാവർക്കും അറിയാം, യൂണിവേഴ്സിറ്റി യൂണിയനിലെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കിടയിൽ SFIക്കെതിരായിട്ടുള്ള വലിയ തോതിലുള്ള ഒരു ജനരോഷം ഉയരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. SFI നടത്തുന്ന ക്രൂരമായിട്ടുള്ള വിദ്യാർത്ഥി പീഡനം,
എതിർ ശബ്ദങ്ങളെ എല്ലാം അടിച്ചൊതുക്കുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനം, ഇതെല്ലാം ക്യാമ്പസുകൾ അതിശക്തമായി അതിനെതിരായിട്ടുള്ള നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് പോളിയിലെ വിജയത്തിന്റെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വിദ്യാർത്ഥികൾക്കിടയിൽ, പുതുതലമുറക്കിടയിൽ SFIയും അതുപോലെ തന്നെ CPIMും കൊണ്ടുവരുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾക്കെതിരായിട്ടുള്ള വളരെ കരുത്തുറ്റ ഒരു പ്രതിഷേധമാണ് പോളിയിലെ വിജയത്തെ നമ്മൾ കാണേണ്ടത്. വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സംഘടനയെയും പ്രസ്ഥാനത്തെയും ഒറ്റുകൊടുക്കുന്ന ഒരു സമീപനം ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് CPIMന്റെ വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു പുതിയ തലമുറ ഉയർന്നു വരുന്നു എന്നുള്ളത് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ക്യാമ്പസുകളെ തുറന്ന ജനാധിപത്യത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം UDSFന് തന്നെയായിരിക്കും എന്ന ഒരു വലിയ സന്ദേശം കൂടി ഈ വിജയം നൽകുകയാണ്. ഈ വിജയത്തിന് പിന്നിൽ പരിശ്രമിച്ച മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. CCN പെരിന്തൽമണ്ണ. ലക്കിടി കൂട്ടുപാതയിൽ ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു, ഒരാൾക്ക് പരിക്കേറ്റു. ഇടപ്പാൾ സ്വദേശി മുസ്തഫയാണ് മരിച്ചത്. രാവിലെ 6:30യോടെയായിരുന്നു അപകടം. ലക്കിടി കൂട്ടുപാതയിൽ രാവിലെ 6:30യോടെയായിരുന്നു അപകടം. എടപ്പാൾ സ്വദേശി മുസ്തഫയാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കുണ്ട്. CCN ഒറ്റപ്പാലം. മലപ്പുറം കാവുങ്ങൽ വളവിൽ ചരക്ക് ലോറി മറിഞ്ഞ് അപകടം. പ്രവൃത്തി സമയമല്ലാത്തതിനാലും കടകൾ തുറക്കാത്തതിനെ തുടർന്നും വൻ അപകടമാണ് ഒഴിവായത്. മലപ്പുറം കാവുങ്ങലിലെ കൊടും വളവിലാണ് 12 ചക്ര ചരക്ക് ലോറി മറിഞ്ഞു വീണത്. കുടിവെള്ള വിതരണത്തിന് ഉപയോഗിക്കുന്ന വലിയ പൈപ്പുകളുമായി എത്തിയ ചരക്ക് ലോറിയാണ് വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ചരക്ക് ലോറിയുടെ മുൻഭാഗം 2ആയി വേർപെട്ട നിലയിലാണ്. തെറിച്ച കൂറ്റൻ പൈപ്പ് സമീപത്തെ വീടിന്റെ ഗേറ്റുകാൽ തകർക്കുകയും ചെയ്തു. 5ഓളം വരുന്ന ഷട്ടർ കടകൾക്ക് മുൻപിലാണ് വാഹനം മറിഞ്ഞു വീണത്. കടകൾ തുറക്കാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. CCN മലപ്പുറം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല അഭിനയക്കാരനാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. പിണറായി സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട് BJP മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PV അൻവർ കാറ്റുനിറച്ച ബലൂണാണെന്നും സ്വന്തം കച്ചവട താൽപര്യം സംരക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നതെന്നും ഇതിൽ ആത്മാർത്ഥതയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പിണറായി വിജയനെതിരെ സംസാരിക്കാനുള്ള ധാർമ്മിക അവകാശം അൻവറിനുമില്ല, വി ഡി സതീശനുമില്ല. അൻവർ ഒരു ഏറുപടക്കമാണ്. ആരുടെ ഏറുപടക്കമാണ് എന്ന് മാത്രമേ നമ്മൾ നോക്കണ്ടൂ. അത് APയുടെ ആണോ അത് KPയുടെ ആണോ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കേണ്ടൂ. കാറ്റ് നിറച്ചുവിട്ട ബലൂണാണോ അൻവർ? ഇനി അൻവർ ബലൂണല്ല, ഞാൻ ഏറുപടക്കമല്ല എന്നാണ് അൻവറിന് പറയാറുണ്ടെങ്കിൽ, എന്നാണ് അൻവർ പറയുന്നതെങ്കിൽ യഥാർത്ഥ സ്വർണ്ണ കള്ളക്കടത്തിന്റെ, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കള്ളക്കടത്തിന്റെ സ്വർണ്ണ കള്ള കച്ചവടത്തിന്റെ യഥാർത്ഥ മുഖ്യ പങ്കാളി ആര് എന്ന് അൻവർ പറയണം. അൻവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അൻവർ ADGPയെ ഉമ്മാക്കിയാക്കി, അൻവർ P. ശശിയെ ഉമ്മാക്കിയാക്കി. വാസ്തവത്തിൽ ADGPയെ ബലിയാടാക്കി അൻവർ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പിണറായി വിജയനെയാണ് എന്ന് വളരെ കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ
സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്ന് അൻവർ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്ന് അൻവർ പറയുന്നു. എങ്കിൽ അൻവർ പറയണം, അത് ആരുടെ കയ്യിലേക്കാണ് പോകുന്നത്? ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ, ദേശീയ കൌൺസിൽ അംഗം PT ആലി ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. CCN മലപ്പുറം. ചെർപ്പുളശ്ശേരി അർബൻ ബാങ്കിനെ ഉപയോഗിച്ച് അയ്യപ്പൻകാവിലെ വരുമാനം CPM കൊള്ളയടിക്കുന്നതായി ഹിന്ദു ഐക്യവേദി. വിവിധ ക്ഷേത്ര സംഘടനകൾ സംയുക്തമായി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അർബൻ ബാങ്കിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പ്രതിഷേധ യോഗം ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി KP ശശികല ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം അധികൃതർ ഭക്തജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുകയാണെന്നും ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാൻ മലബാർ ദേവസ്വം ബോർഡ് അടിയന്തരമായി തയ്യാറാവണമെന്നും KP ശശികല പറഞ്ഞു. ദേവസ്വം ഞങ്ങളുടെയാണ്, കേരളം ഭരിക്കുന്നത് ഞങ്ങളാണ്. ഇത്തരത്തിലുള്ള മുഷ്കുമായി അപമാനിക്കാനും അപഹസിക്കാനും കരുതി വരണ്ട. ഞങ്ങൾ ഒരു കാൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിജയിച്ചേ ഞങ്ങൾ പുറകോട്ട് പോകൂ എന്നുള്ളത് സത്യമാണ്. അപ്പൊ രണ്ടർത്ഥത്തിൽ, ഒന്ന് ദേവസ്വത്തിന്റെ പണം അന്യാധീനപ്പെടുത്താൻ പറ്റില്ല, അതോടൊപ്പം തന്നെ അർബൻ ബാങ്ക് തകർച്ചയുടെ വക്കിലേക്കാണ് പോകുന്നത് എന്ന് ഇവിടുത്തെ ഓരോ നിക്ഷേപകനും വളരെ ഗതികെട്ടൊരവസ്ഥയിലേക്ക് നാളെ പോകാതിരിക്കാൻ ഇന്ന് കണ്ടെത്തിയ ഈ കള്ള അക്കൗണ്ടുകൾ പോലെ എത്ര അക്കൗണ്ടുകൾ ഈ ബാങ്കിലുണ്ട് എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം 10 രൂപയെങ്കിൽ 10 രൂപ അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുള്ള മുഴുവൻ നിക്ഷേപകർക്കുമുണ്ട്. കൈവിട്ടു പോയി പിന്നെ നമ്മൾ നിലവിളിച്ചിട്ടോ ആത്മഹത്യ ചെയ്തിട്ടോ കാര്യമില്ല. അപ്പൊ കൈവിട്ട് പോകാതിരിക്കാൻ ഇത് ഒരു അക്കൗണ്ട് അയ്യപ്പസ്വാമിക്ക് മടുത്തുകയാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ ഒരുപക്ഷെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ഒരു കള്ള അക്കൗണ്ട് കണ്ടെത്താൻ സാധിച്ചു, ഒന്നല്ല ഉണ്ടാവുക. BJP സംസ്ഥാന സമിതി അംഗം സന്ദീപ് ജി വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ അവിടെ ഇതുപോലെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു. കാരണം എന്താ? കരിവന്നൂരിലെ CPM ഉണ്ടായിരുന്നത് 5-ൽ കൂടുതൽ രഹസ്യ അക്കൗണ്ടുകളാണ്. 5-ൽ കൂടുതൽ രഹസ്യ അക്കൗണ്ടുകൾ. സഹകരണ ബാങ്കുകളിൽ പലയിടത്തും CPM ചെയ്യുന്നത് ഇതുപോലെ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിൽ പണമിടപാട് നടത്തുക എന്നുള്ളതാണ്. ഒരാളും അറിയില്ല. പുറത്തു പോയി കഴിഞ്ഞാൽ ബാങ്കിന്റെ ഒരു രേഖയിലും ഇത് കാണില്ല, ഒരു ഓഡിറ്റ് റിപ്പോർട്ടിലും ഇത് വരില്ല. ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലുടനീളം CPM. കരിവന്നൂരിൽ നടന്നത് തന്നെയാണ് ചെർപ്പശ്ശേരിയിലെ ഈ അർബൻ ബാങ്കിലും അയ്യപ്പൻകാവുമായി ബന്ധപ്പെട്ട് നടന്നത്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് പരാതിക്കാരി ചെർപ്പശ്ശേരിയിലെ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ മറ്റേ രഹന ഫാത്തിമയെ ശബരിമലയിലേക്ക് കയറ്റിക്കൊണ്ടുപോയ പോലീസുകാരെ പോലെയാണ് ഒരു വിദ്വാൻ അവിടെ ഇരിക്കുന്നത്. CPM-ന്റെ കൊട്ടേഷൻ പണിയെടുത്ത ഒരുത്തൻ അവിടെ ഇരുന്നിട്ട് ഇവിടുത്തെ CI എന്നാന്റെ പേര് ശശികുമാർ അവിടെ ഇരുന്നിട്ട് പരാതിക്കാരെ ഭീഷണിപ്പെടുത്താണ്. നിനക്കെതിരെ കേസെടുക്കും. ശശികുമാറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അയ്യപ്പ ഭക്തരെ പീഡിപ്പിച്ച, വേദനിപ്പിച്ച, ശബരിമല സമരകാലത്ത് വേദനിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോ അയ്യപ്പ ഭഗവാന്റെ മുന്നിൽ പോയി കേണുകൊണ്ട് സാഷ്ടാംഗം മാപ്പ് പറഞ്ഞുകൊണ്ട് കരയുന്ന കാലഘട്ടമാണെന്ന് ഓർക്കണം. അയ്യപ്പന്റെ മുതൽ കൊള്ള ചെയ്യാൻ നിങ്ങൾ കൂട്ടുനിൽക്കരുത്. നിങ്ങളതിന് കൂട്ടുനിന്നാൽ അങ്ങനെ ഈ അഴിമതിക്ക് കൂട്ടുന്ന ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിലും ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. അർബൻ ബാങ്കിലെ ഭരണസമിതിക്കാർ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞത് ഇവിടെ എല്ലാം സുതാര്യമാണ്, ഇവിടെ എല്ലാം ശരിയാണ്, എല്ലാം ഞങ്ങൾ കോംപ്ലിമെന്റ്സ് ആക്കി എന്നാ പറയുന്നത്. പഴയ സിനിമയിൽ ജനാർദ്ദനം പറഞ്ഞതുപോലെ എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി PN ശ്രീരാമൻ, താലൂക്ക് പ്രസിഡന്റ് K രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് P ജയൻ, ജനറൽ സെക്രട്ടറിമാരായ K ഹരിദാസ്, K ബാബുദാസ് എന്നിവർ നേതൃത്വം നൽകി. CCN ചെർപ്പുളശ്ശേരി. 60ഓളം ആപ്പുകൾ ഉണ്ടാക്കി റെക്കോർഡ് നേടിയിരിക്കുകയാണ് പൂക്കോട്ടുകാവ് കല്ലുവഴി സ്വദേശി അഭിനവ്. മൊബൈൽ ആപ്പുകളിലൂടെ അഭിനവ് നേടിയെടുത്തത് 3 ലോക റെക്കോർഡുകളാണ്. കടമ്പഴിപ്പുറം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
ഞാൻ അഭിനവ്, പൂക്കോട്ടാവ് പഞ്ചായത്തിലെ കല്ലുവഴി സ്വദേശിയാണ്. ഞാൻ ഏകദേശം 60ഓളം മൊബൈൽ ആപ്ലിക്കേഷനുകൾ നിർമ്മിച്ചു കഴിഞ്ഞു. അതിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് 9th സ്റ്റാൻഡേർഡിൽ, അതായത് ഞാൻ കാട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് ആപ്ലിക്കേഷൻ ATL ലാബിൽ ആപ്ലിക്കേഷൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതായത് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടത്, അതായത് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് പൂക്കോട്ടുകാവ് സ്വദേശി അഭിനവ് തന്റെ 16ാം വയസ്സിൽ തുടങ്ങിയതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിക്കൽ. ഇന്ന് BCA വിദ്യാർത്ഥിയായ അഭിനവ് നിർമ്മിച്ച ആപ്ലിക്കേഷനുകൾ 60ഓളം എണ്ണം ഉണ്ട്. അതിൽ പൂക്കോട്ടുകാവ് പഞ്ചായത്തിനും ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിനും കൂടാതെ ഒറ്റപ്പാലം MLAയുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചവയുമുണ്ട്. കാട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ ഒരു ആപ്ലിക്കേഷന്റെ വെബിനാർ സംഘടിപ്പിക്കുകയും അതിലൂടെയാണ് ആദ്യ ആപ്ലിക്കേഷൻ നിർമ്മാണത്തിലേക്ക് എത്തിയത്. റോബോട്ടിക്സ് പഠിക്കാൻ പോയ അഭിനവ് ഇന്ന് എത്തിപ്പെട്ടത് മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റിലാണ്. യൂട്യൂബിന്റെ സഹായത്തോടെയാണ് അഭിനവ് ആപ്പുകൾ നിർമ്മിക്കുന്നത്. ഇത് ആർക്കെയിൻ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് സീക്രട്ട് ആയിട്ട് മെസ്സേജ് അയക്കാൻ പറ്റും. ഇതിൽ എൻകോഡ് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് എന്താ ടൈപ്പ് ചെയ്യേണ്ടത് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൺവേർട്ട് എൻകോഡ് കൊടുത്തതിന് ഇതേപോലത്തെ സിമ്പിൾസ് ആയിട്ട് മാറും. ഇതേപോലത്തെ സിമ്പിൾസ് ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഇത് ഷെയർ ഓപ്ഷൻ വഴി നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഷെയർ ചെയ്യാം. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഏതിൽ വേണമെങ്കിലും ഷെയർ ചെയ്യാം. റിസീവ് ചെയ്യുന്ന ആൾ ഇതേപോലെ ഡീകോഡ്, ഇതേ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഡീകോഡ് ചെയ്ത് ഇതേ സിമ്പിൾസ് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൺവേർട്ട് ടു യുവർ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ എന്ന് പറഞ്ഞ മെസ്സേജാണ് ഇപ്പോൾ നമ്മൾ അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കൺവേർട്ട് ടു സിമ്പിൾസ്, ഇതിൻ്റെ ഒരു അൽഗോരിതം 3 മാസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്താൽ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല, ട്രാക്ക് ചെയ്യാൻ പറ്റില്ല ഇതിനെ. അങ്ങനത്തെ ഒരു അപകടം പിടിച്ച ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ടാണ് ആർക്കെയിൻ എന്ന് പേരിട്ടുള്ളത്. തന്റെ ഡിഗ്രി പഠനകാലത്ത് ആപ്ലിക്കേഷൻ നിർമ്മാണത്തെ 3 വർഷക്കാലത്തേക്ക് മാറ്റിവെക്കാൻ പറഞ്ഞ കോളേജ് മാനേജ്മെന്റിന്റെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി ആ കോളേജിൽ നിന്നും പഠിപ്പ് മതിയാക്കി ഇന്ന് മണ്ണാർക്കാട് യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ BCA വിദ്യാർത്ഥിയാണ് അഭിനവ്. റോബോട്ടിക്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ പഠിച്ചു വന്നത് മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് ആണ്. പിന്നെ ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു, കോവിഡ് ടൈമായിരുന്നു. അങ്ങനെ യൂട്യൂബ് നോക്കിയിട്ടാണ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ പൂർണ്ണമായിട്ടുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 60ഓളം മൊബൈൽ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തു. 60ാമത് SEP ചിറ്റൂർ കോളേജിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ പഠിക്കുന്നത് യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മണ്ണാർക്കാടിലാണ്. സെക്കൻഡ് ഇയർ BCAക്കാണ് പഠിക്കുന്നത്. ആപ്പുകളിലൂടെ ഇന്ന് അഭിനവ് നേടിയെടുത്തത് 3 റെക്കോർഡുകളാണ്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, വേൾഡ് റെക്കോർഡ് ഓഫ് എക്സലൻസ്, ഇന്ത്യൻ എക്സലൻസ് എന്നീ അവാർഡുകൾ ലഭിച്ചു. ആപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പേരൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ഈ ചോദ്യം എടുത്ത് ആദ്യമായിട്ടാണ് ചോദിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് 9th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ചെയ്ത ഫസ്റ്റ് ആപ്ലിക്കേഷൻ ചിക്കു എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ എൻ്റെ ഇനീഷ്യൽ സീനാണ്, എല്ലാവരും എന്നെ സീനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ C വെച്ചിട്ട് തന്നെ ചിക്കു എന്ന് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത് കോഡിങ് പ്രോഗ്രാം യൂസ് ചെയ്തത് ചിക്ക് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, അതിലും ഒരു ചിക്ക്. പിന്നെ അവിടുന്ന് ഫുള്ള് ഒരു C വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആയിരുന്നു. ആർക്കെയിൻ, അതിലും ഒരു C ഉണ്ട്. പിന്നെ അത് നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ ആപ്ലിക്കേഷൻസ് നമുക്ക് പേരിടാം. പക്ഷേ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന ആപ്ലിക്കേഷൻസിനൊക്കെ അവർ പറയുന്ന സജസ്റ്റ് ചെയ്യുന്ന പേരുകൾ നമുക്കിടാം. അതിലും ഒരു കയ്യൊപ്പ് എന്ന് പറയുന്ന രീതിയിൽ C ഉണ്ടോ? അത് എല്ലാം പ്ലേ സ്റ്റോറിൽ വന്ന ആപ്ലിക്കേഷൻസിലെല്ലാം ആ ഒരു കയ്യൊപ്പുണ്ട്. കാരണം അത് വന്നിരിക്കുന്ന പേജ് C-Tech പ്രോഗ്രാമേഴ്സ് എന്ന് പറഞ്ഞ പേജിലാണ്. പൂക്കോട്ടുകാവ് കല്ലുവഴി ചേലേത്തൊടി ശ്രീ കാർത്തിക വീട്ടിൽ രാമദാസിന്റെയും ധന്യയുടെയും മകനാണ്. സന്തോഷമുണ്ടായി. അവൻ്റെ ഒരു പ്രയത്നം തന്നെയാണ്. ഞങ്ങൾ ബാക്ക് സപ്പോർട്ട് നിന്നു മാത്രം. എല്ലാം ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം ഉണ്ട്. ഈ പറയാം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, അതേപോലെ തന്നെ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് കിട്ടിയ ഇന്ത്യൻ തെലങ്കാന ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കാണുന്നു ഈ റെക്കോർഡുകൾ? ഒരുപാട് സന്തോഷം. ദൈവത്തോട് നന്ദി പറയുന്നു. ഇനി ഒരുപാട് ഉയരങ്ങളിലെത്താൻ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ വേണം. എൻ്റെ പേരക്കുട്ടിക്ക് അഭിനവ് എന്നാണ് പേര്. അവൻ സ്വന്തം കഴിവുകൊണ്ടും എല്ലാവരുടെ സഹായം കൊണ്ടും ഈ നിലയ്ക്ക് എത്തിച്ചേർന്നു. അത് ദൈവത്തോട് അങ്ങേയറ്റം വരെ നന്ദി പറയുന്നുണ്ട്. അതെന്നും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നു. CCN കടമ്പഴിപ്പുറം. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ നവരാത്രി സംഗീതോത്സവത്തിൽ രാമകൃഷ്ണമൂർത്തി പ്രധാന കച്ചേരി അവതരിപ്പിച്ചു. L. രാമകൃഷ്ണൻ വയലിനിലും NC ഭരദ്വാജ് മൃദംഗത്തിലും ഉടുപ്പി ശ്രീധർ ഘടത്തിലും പിന്തുണയേകി.
വൈകിട്ട് 4:30 വിഷ്ണുവർദ്ധന്റെ കച്ചേരിയോടെയാണ് 3-ാം ദിവസം തുടക്കം കുറിച്ചത്. ഞായറാഴ്ച രാവിലെ 9 സംഗീതാരാധന നടക്കും. 4:30 സന്ദീപും 6:45 സ്ഫൂർത്തി റാവുവും കച്ചേരി അവതരിപ്പിക്കും. CCN ചെർപ്പുളശ്ശേരി. എലുമ്പുളശ്ശേരി കരുണാകര AUP സ്കൂളിന്റെ 75-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ലോക അധ്യാപക ദിനം ആചരിച്ചു. പാലക്കാട് MP VK ശ്രീകണ്ഠൻ അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. അധ്യാപക മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മഹത് വ്യക്തികളെയും ആദരിക്കാൻ തീരുമാനിച്ച കരുണാകരൻ എന്ന പരിപാടി വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു. ഇവിടെ പഠിച്ചവർ അധ്യാപകരായി അവർ വിവിധ സ്കൂളുകളിൽ LP സ്കൂൾ തൊട്ട് ഹയർ സെക്കൻഡറി വരെ, ചിലപ്പോൾ അതിലും കോളേജിലും അല്ലേ, അങ്കണവാടി തൊട്ട് കോളേജ് വരെ, ഉയർന്ന വിദ്യാഭ്യാസത്തിൽ വരെ അനവധി തലമുറയ്ക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നവരാണ് നിങ്ങൾ. ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ അഭിമാന താരങ്ങളാണ്. 120 പേര് ഒരു സ്കൂളിൽ നിന്നും ഇതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ നിരന്തരമായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജൂബിലി ആഘോഷ സമിതി നിർമ്മിക്കുന്ന ജൂബിലി ഭവനത്തിന്റെ ഗുണഭോക്താവായ വിദ്യാർത്ഥിനിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ എഡ്യൂക്കേഷൻ ഇന്റർനാഷണൽ എക്സിക്യൂട്ടീവ് അംഗം കമലകാന്ത് ത്രിപാഠി അധ്യാപക ദിന സന്ദേശം നൽകി. ദേശീയ അധ്യാപക പുരസ്കാരം നേടിയ ശിവപ്രസാദ് പാലോഡ്, സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ PG ദേവരാജ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സ്കൂളിലെ പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളായ അധ്യാപകരും സ്കൂൾ അനുഭവങ്ങൾ പങ്കിട്ടു. 150ഓളം അധ്യാപകർ പരിപാടിയിൽ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് മണലടി ദർസ് ഫെസ്റ്റ് സമാപന സമ്മേളനവും ലൈബ്രറി ഉദ്ഘാടനവും നടന്നു. സമസ്ത കേരള ജമീയത്തുൽ ഉലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സുഹേൽ ബാക്കവി കുമരംപുത്തൂർ അധ്യക്ഷത വഹിച്ചു. TA സലാം, പഴേരി ഷെരീഫ്, KP ബാപ്പുട്ടി ഹാജി, ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി, C ബാപ്പു മുസ്ലിയാർ, E അലി ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. CCN മണ്ണാർക്കാട്. അഖിലേന്ത്യാ കിസാൻ സഭ മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തച്ചനാട്ടുകര പാലോട് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പാലക്കാട് ജില്ലാ സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ മുണ്ടക്കണ്ണി അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ മണ്ഡലം ആക്ടിംഗ് സെക്രട്ടറി P ദിനൂപ് കുമാർ സ്വാഗതം പറഞ്ഞു. CPI മണ്ഡലം സെക്രട്ടറി AK അബ്ദുൽ അസീസ്, CPI ജില്ലാ കമ്മിറ്റി അംഗം രവി എടരം, കിസാൻ സഭ ജില്ലാ വൈസ് പ്രസിഡന്റ് N ചന്ദ്രശേഖരൻ, AITUC സെക്രട്ടറി P പരമശിവൻ, AAYF സെക്രട്ടറി ഷാഫി നറുക്കോട്ടിൽ, CPI തച്ചനാട്ടുകര ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് റസാഖ് എന്നിവർ സംസാരിച്ചു. CCN ചത്തല്ലൂർ. വിദ്യാരംഗം കലാസാഹിത്യവേദി മണ്ണാർക്കാട് സബ് ജില്ലാ ലോവർ പ്രൈമറി കുട്ടികളുടെ മേഖലാ സർഗോത്സവം സംഘടിപ്പിച്ചു. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഇപ്പോൾ പ്ലാറ്റ്ഫോമുകൾ ഒരുപാടുണ്ട്. ഒരു പാട്ട് പാടി തന്നെ നമ്മുടെ വൈറലായിക്കൊണ്ട് ഇരിക്കുന്ന ഒരുപാട് ആളുകൾ. ഇപ്പം അടുത്ത് നമ്മുടെ ഒരു ഓണപരിപാടിക്ക് ഒരു പയ്യൻ പാടിയ പാട്ട് ഇപ്പോൾ 7 മില്യൺ വ്യൂവേഴ്സായി. സാധാരണ നിന്ന് പാടിയതാണ്. 7 മില്യൺ വ്യൂവേഴ്സായി. ഇന്നിപ്പോൾ അവർക്ക് ഇൻ്റർവ്യൂ ആയിട്ടും തിരക്ക്, അങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മളെ സോഷ്യൽ മീഡിയ വളരുന്നതനുസരിച്ച് നമ്മളും അതിനോടൊപ്പം വളർന്ന് നമ്മൾ നമ്മുടെ പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ലെവലും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. ഇവിടെ പറഞ്ഞു കഥ, കവിത, അതുപോലെ തന്നെ അഭിനയം, അതൊക്കെയാണ് ഇവിടെ കലാപരിപാടികൾ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുമ്പിലുള്ളതൊക്കെ ഭാവിയിലുള്ള മഞ്ജു വാര്യറും മമ്മൂട്ടിയും അതുപോലെ തന്നെ MT വാസുദേവൻ നായരും, അങ്ങനെ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് എൻ്റെ മുമ്പിലുള്ളവരൊക്കെ.
ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ അധ്യക്ഷനായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീന റഷീദ്, ഗ്രാമപഞ്ചായത്ത് അംഗം വിനീത, പ്രധാന അധ്യാപകൻ എം കൃഷ്ണദാസ്, HM ഫോറം കൺവീനർ SR ഹബീബുള്ള, വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ KK മണികണ്ഠൻ, വിദ്യാരംഗം സബ് ജില്ലാ കോർഡിനേറ്റർ ശീപശ്രീ എന്നിവർ സംസാരിച്ചു. അലനല്ലൂർ കോട്ടോപ്പാടം പഞ്ചായത്തുകളിലെ LP സ്കൂളിലെ കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. PM നാരായണൻ കവിതയും, സുധീർ KS കഥയിലും, സോമനാഥൻ ചിത്രത്തിലും, സാരംഗ് അഭിനയത്തിലും ശില്പശാലകൾ നയിച്ചു. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ C അബൂബക്കർ സമ്മാനദാനം നിർവഹിച്ചു. CCN ചത്തല്ലൂർ. പീപ്പിൾസ് ഫൗണ്ടേഷനും ബൈത്തുൽ സക്കാത്ത് കേരളയും സംയുക്തമായി പെരിന്തൽമണ്ണ പാണമ്പിയിൽ 8 ഭവനരഹിത കുടുംബങ്ങൾക്ക് ഒരുക്കുന്ന വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മണ്ണാർക്കാട് സ്വദേശി നാലകത്ത് അഹമ്മദ് സൗജന്യമായി നൽകിയ 1/2 ഏക്കറോളം സ്ഥലത്താണ് പദ്ധതി. പാണമ്പി പീപ്പിൾസ് വില്ലേജിൽ ബൈത്തുൽ സക്കാത്ത് കേരള ചെയർമാൻ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് നിർവഹിച്ചു. ഭൂരഹിത കുടുംബങ്ങളിൽ നിന്ന് അപേക്ഷ വാങ്ങി അർഹത മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് കുടുംബങ്ങളെ തിരഞ്ഞെടുത്തത്. 8 ലക്ഷം രൂപ വരെയാണ് ഒരു വീടിന് ചിലവ്. പീപ്പിൾസ് വില്ലേജ് എന്ന പേരിൽ പ്രാദേശിക കമ്മിറ്റിയുടെയും ഗുണഭോക്താക്കളുടെയും വിഹിതം കൂടി ഉപയോഗിച്ചാണ് നിർമ്മാണം. താഴേക്കോട് പഞ്ചായത്ത് പരിധിയിലാണ് സ്ഥലം. പീപ്പിൾസ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള 40ാമത്തെ പീപ്പിൾസ് വില്ലേജും ബൈത്തുൽ സക്കാത്ത് കേരളയുടെ സഹായത്തോടെയുള്ള 8ാമത്തെ വില്ലേജുമാണ് പാണമ്പിയിലേത്. വൈകിട്ട് 7-ന് ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്ന നിർമ്മാണ ചടങ്ങ് ബൈത്തുൽ സക്കാത്ത് കേരള ചെയർമാൻ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. പീപ്പിൾസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ M അബ്ദുൽ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി. കിംസൽ ഷിഫ ചെയർമാൻ ഡോക്ടർ P ഉണ്ണീൻ വീടുകളുടെ നറുക്കെടുത്തു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് AT ഷറഫുദ്ദീൻ അധ്യക്ഷനായി. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അങ്ങാടിപ്പുറം പോളിടെക്നിക് കോളേജിലെ UDSF വിജയം മലപ്പുറം ജില്ലയിലെ UDF രാഷ്ട്രീയത്തിന് കൂടുതൽ കരുത്തു നൽകുന്നതെന്ന് MLA നജീബ് കാന്തപുരം. അക്രമാധിപത്യ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയായി ഇതിനെ കാണുന്നതായും MLA പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല അഭിനയകാരനാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. പിണറായി സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട് BJP മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലക്കിടി കൂട്ടുപാതയിൽ ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. എടപ്പാൾ സ്വദേശി മുസ്തഫയാണ് മരിച്ചത്. രാവിലെ 6:30 അപകടം. ചെർപ്പുളശ്ശേരി അർബൻ ബാങ്കിനെ ഉപയോഗിച്ച് അയ്യപ്പൻകാവിലെ വരുമാനം CPM കൊള്ളയടിക്കുന്നതായി ഹിന്ദു ഐക്യവേദി. വിവിധ ക്ഷേത്ര സംഘടനകൾ സംയുക്തമായി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.